ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് രാവിലെ എണീച്ച് രാത്രി ഞാൻ പിന്നെ വെള്ളയപ്പത്തിനുള്ള മാവെല്ലാം അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് രാവിലെ ആകുമ്പോഴത്തേക്ക് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ഈസ്റ്റ് ഇട്ട് അരച്ചിട്ടാണ് വെക്കൽ. രാത്രി നല്ല തണുപ്പായതുകൊണ്ടും പക്ഷേങ്കിൽ ഒന്നും നല്ല പൊങ്ങാണ്ടൊന്നും ആയിട്ടില്ല. നല്ലോണം കറക്റ്റായ പാകത്തിന് എനിക്ക് നല്ല വെള്ളയപ്പം കിട്ടിയിട്ടുണ്ട്. മകൾക്ക് ഇന്ന് സ്കൂളിൽ പോകുമ്പോൾ ഞാൻ കരുതി ഇന്ന് വെള്ളയപ്പം കടലക്കറി ആക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇന്ന് രാവിലെ നല്ല മഴയുണ്ടായിരുന്നു. രാവിലെ കുറച്ച് ഓരോരോ മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ട് ഇന്ന് നല്ല മഴ പെയ്തത്. പക്ഷെ ആ പെയ്യുന്ന നല്ല മഴയായിരുന്നു. വീട്ടിലാണെങ്കിലും മുന്നിലെല്ലാം കാടായതുകൊണ്ട് നല്ലോണം പണിയെടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു, വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. അവർക്കിന്ന് ശരിക്കൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഓരോ ഗ്യാപ്പിട്ട് മഴ പെയ്യുമ്പോൾ ആ മഴയും നല്ല മഴയും ചാറ്റൽ മഴ നല്ലോണം മഴ പെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ വെയിലിറക്കും. അതുപോലെയായിരുന്നു ഇന്നത്തെ അന്തരീക്ഷം. നമ്മൾ ഓരോ ദിവസവും പ്രതീക്ഷിക്കുന്ന പോലെയല്ല ഓരോ ദിവസങ്ങളുണ്ടാവുക. ഇന്ന് നമ്മൾ രാവിലെ അന്തരീക്ഷം കണ്ടുവരിക്കുന്നത് നല്ല വെയിലായിരിക്കുമെന്ന്, പക്ഷേ വയ്യാന്ന് മനസ്സിലാവുക. ഇന്ന് മഴയാണെന്നുണ്ടാവുക. ഇന്ന് കുറേ പരിപാടികൾ വിചാരിച്ചിന്, പറമ്പെല്ലാം വൃത്തിയാക്കുന്നുണ്ട്, അവിടെയെല്ലാം ഓരോ കാര്യങ്ങൾ ചെയ്യും, പക്ഷേ ഒന്നും നടന്നിട്ടില്ല. അങ്ങനെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കുറച്ച് സാധനം ഓർഡർ ചെയ്തതിനും എല്ലാം ഒന്നും ഞാൻ ഇതിലിട്ടിട്ടില്ല. ഇപ്പം ഞാൻ എടുത്തത് സ്പൂണ് വെക്കാനുള്ള ഐറ്റംസാണ്. അത് വാങ്ങിയത് നല്ല എന്താ പറയുക, അതിൽ കണ്ട പോലെ തന്നെയാണ് വന്നത്. നല്ല തന്നെ കാണാനും നല്ല ഭംഗിയുണ്ട്. നമുക്ക് ഷോ ആയിട്ട് വരെ വെക്കാൻ പറ്റുന്ന അത്രയും നല്ലൊരു ക്വാളിറ്റിയുള്ള ഇതാണ് വന്നത്. അതിൽ 3 ഇതാണുള്ളത്. അതിൽ 3 തരത്തിൽ നമുക്ക് സ്പൂണ് വെച്ചിട്ടെടുക്കാം. അതുകൊണ്ട് ഞാനത് അങ്ങനെ ഒരു ഭാഗത്തേക്ക് ഷോയിനായിട്ടും വെക്കാൻ പറ്റുന്ന കൊണ്ട് അങ്ങനത്തെ വാങ്ങിയത്. ഇതിൻ്റെ ടാഗ് ഇത് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ ലിങ്ക് ഇടുന്നതായിരിക്കും. പിന്നെ ഞാൻ കുറേയായി പരാഗയിൽ നിന്ന് ഡ്രസ്സിന് ചുരിദാർ മെറ്റീരിയൽ എടുത്ത് വന്നിട്ട്, പക്ഷേ ഇതുവരെ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ നോക്കിയിട്ടില്ല. സ്വന്തമാകുമ്പോൾ ഒരു മടി തന്നെയായിരിക്കുമല്ലോ ചെയ്യുക. അവിടെ ഓഫറിന് ഇട്ടതാണ്. ഞാനൊരു ലൈനിങ് വാങ്ങാൻ പോയാലും കണ്ടാരോ മീറ്ററിന് 300 വിറ്റത്. അവരെന്തോ ഓഫർ ഇട്ടിട്ട് പകുതി പൈസ അങ്ങനെ വാങ്ങിയതാണ്. ഇന്ന് ഞാൻ വിചാരിച്ചു ഒന്നെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാമെന്നും അങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു തരാമെന്ന് വീഡിയോ എടുത്തത്. സ്റ്റിച്ചിങ്ങിൻ്റെ ഒന്നും വീഡിയോ ഇല്ല, ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. വൈകുന്നേരം ആയി. ഇപ്പോൾ അന്നേരം മക്കൾ വരുമ്പോൾ ഞാൻ വെച്ചിരുന്നൊരു ബ്രൂ കോഫി ആക്കാമെന്ന്. അങ്ങനെ ബ്രൂ കോഫി ആക്കിയത്. പിന്നെ അല്ലെങ്കിൽ ചായ വെക്കൽ. ഇന്ന് ഞാൻ വെച്ച് ബ്രൂ കോഫി ആക്കിയിട്ട് കൊടുക്കാമെന്ന് കരുതി അങ്ങനെ അത് വെക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ മഴയൊന്നുമില്ല, കുറച്ച് സമയമായി മഴയൊന്നും ഇല്ലാത്തത്. അതിന് ശേഷം ചായയെല്ലാം കുടിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഇപ്പോൾ നമുക്ക് റോക്കി ലക്കി എന്ന 2 നായ്ക്കളുണ്ട്. അതവരെ ഒന്ന് പുറത്തിറക്കിയത്. റോക്കീനെ ഒരു വട്ടം റോട്ടിനെല്ലാം കൊണ്ടുപോയതാണ്, പക്ഷെ അവിടെ ഇട്ടതിന് ശേഷം ഒരു വട്ടം കൂടി ഇടാനുണ്ട്, അതുകൊണ്ട് അവിടെ കെട്ടിയിട്ടതാണ്. പിന്നെ ലക്കീനെ ഞാൻ പിടിച്ച് റോക്കീൻ്റെ അടുത്തേക്ക് പോകണ്ടെന്ന് കരുതിയിട്ട്, അവർ രണ്ടാളും സ്നേഹപ്രകടനം നടത്തിയിട്ടുണ്ടെങ്കിലോ എന്ന് പേടിച്ചിട്ട്, അതുകൊണ്ട് ദൂരോട്ട് ലക്കീനെന്തോ അങ്ങോട്ടേക്ക് പോകുന്നില്ല. നമ്മളിപ്പോൾ അതിൻ്റെ ബെൽറ്റ് വിട്ടിട്ടുണ്ടെങ്കിൽ അടുത്തേക്ക് തന്നെ പോകും, പക്ഷെ രണ്ടാളും പിടിച്ചാൽ കിട്ടൂല. അതുകൊണ്ട് ലക്കി പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ മുറ്റത്ത് ഇറങ്ങാനെല്ലാം ഭയങ്കര മടിയാണ്. മഴയെല്ലാം പോയി നല്ലോണം മുറ്റം ഉണങ്ങിയതിന് ശേഷം ഞാനൊന്ന് പുറത്തിറക്കിയതാണ്. ലക്കിക്ക് 1-2 ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ എന്ന് കരുതിയിട്ട്. പിന്നെ കുറച്ച് ചേരിയെല്ലാം എടുത്ത് വെക്കാനുണ്ടേനും കൊപ്പരയെല്ലാം ആക്കിയതിനും, അത് വെളിച്ചെണ്ണയ്ക്ക് വേണ്ടിയിട്ടാണ്. അതിൻ്റെ ചേരിയും ചട്ടയെല്ലാം എടുത്ത് വെച്ച് അതിൻ്റെ ഇടയ്ക്ക് മോനും കളിക്കുന്നുണ്ടായിരുന്നു മുറ്റത്തുനിന്ന്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്